അങ്ങനെ ബാർട്ടർ സമ്പ്രദായ പ്രകാരം രമ്യ ചേച്ചിക്ക് ഞങ്ങൾ ചക്ക കൊടുത്തിട്ട് അവിടെ നിന്ന് പൈനാപ്പിളുമായിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പെരുമ്പുഴയിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിലോട്ടാണ് പോകുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം. കാരണം ഒരാഴ്ച ഇനി ഇവിടെ രമ്യ ചേച്ചിയുടെ അടുത്തായിരിക്കും നിൽക്കുന്നത്. പപ്പ അവിടെ ഒറ്റയ്ക്കല്ല ഉള്ളൂ. അവരങ്ങനെ പിരിഞ്ഞ് നിന്നിട്ടില്ല. 1-2 ദിവസമൊക്കെ പിരിഞ്ഞ് നിന്നിട്ടുണ്ടാവും. ഇപ്പം ആള് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ രമ്യ ചേച്ചി അവിടെയാണെങ്കിൽ ഈ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റും എന്തൊക്കെയോ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആ ഇലയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോവാണേ. നല്ല മണമാണ് ഇതിന്. ഇനി ഉണക്കി. അപ്പൊ നമ്മളിപ്പോ കുളക്കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കുളക്കടയിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി പെരുമ്പുഴയിലോട്ട് പോവാണ്. എന്റെ വീട്ടിലോട്ട് പോവാണ്. കാറിനകത്ത് കയറിയപ്പോ ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ചക്ക രമ്യ ചേച്ചിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി പെരുമ്പുഴയിലോട്ട് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നത് ഇത് പഴുത്തിട്ടുണ്ട്. ഇന്നലത്തെ ചൂട് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, എന്തൊരു മണം ഈ കാറിനകത്ത്. കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും വിചാരിക്കും ചക്കയുടെ പെർഫ്യൂം ആയിരിക്കും. അപ്പൊ ഇനി നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, ബൈ.